ആ പറയുന്ന വാക്ക് ഇഖ്ലാസ് ഉള്ളതായിരിക്കണം. എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ? എങ്ങനെയാണ് അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടത് എന്ന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുക. ഉമർ തങ്ങൾ രാത്രിയിൽ ഇറങ്ങി നടക്കും. രാത്രി കാലങ്ങളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇറങ്ങി നടക്കും തന്റെ അനുയായികളെ കുറിച്ച് പഠിക്കാൻ. അങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടന്നു പോകുമ്പോ ഒരു ചങ്ങാതി എതിരെ നടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ ഉമർ തങ്ങളും കണ്ടു, ഉമർ തങ്ങൾ അദ്ദേഹത്തെയും കണ്ടു. രണ്ടുപേരും പരസ്പരം കണ്ടു. ആ മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുന്നുണ്ട്. 2 കുപ്പി കള്ളും പിടിച്ചുകൊണ്ട് രാത്രി നടന്നു വരുമ്പോഴാ ഖലീഫയായ ഉമർ വരുന്നത്. ഈ മനുഷ്യൻ പറഞ്ഞു പോയി, അല്ലാഹുവേ, ഇന്നത്തോടെ തീർന്നു എന്റെ കാര്യം. ഉമർ എന്ന് പറഞ്ഞ കരുണ കാണിക്കാത്ത ചങ്ങാതിയാ, ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഉമർ എന്നെ പിടിച്ച എന്റെ കാര്യം പോക്ക. ഈ മനുഷ്യന് ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? ഇദ്ദേഹം നല്ല ഒരാളാണെന്നാ ഉമർ തങ്ങൾ കരുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ കോലമൊക്കെ വെച്ച് നോക്കുമ്പോ നല്ല ഒരു മനുഷ്യനാണെന്നാ കരുതിയിരുന്നേ. പക്ഷെ കള്ളും പിടിച്ചുകൊണ്ട് വരികയാ. ഈ മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. ഇദ്ദേഹം 2 കണ്ണും അടച്ചു പിടിച്ചിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ ചെയ്യുന്നത് പാപവാ. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ കള്ള് കൈകൊണ്ട് പോലും ഞാൻ ഇനി തൊടൂല. എന്താ പറഞ്ഞേ? അല്ല, ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഇനി മരിക്കുന്ന കാലം വരെ കുടിക്കുന്നത് പോയിട്ട് തൊടുക പോലും ഞാൻ ചെയ്യില്ല. ഇത് പറഞ്ഞു തീർന്നിട്ട് കണ്ണു തുറന്നപ്പോ ഉമർ തങ്ങൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇത് പറഞ്ഞു തീർന്നിട്ട് കണ്ണു തുറക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുമ്പിൽ നിൽക്കുന്നുണ്ട്. സലാം പറഞ്ഞു, മടക്കി. എന്താ കയ്യില്? ഉമർ തങ്ങൾ ഒറ്റ ചോദ്യം, നിന്റെ കയ്യിൽ എന്താ? ഈ 2 കുപ്പി കള്ളും കയ്യിൽ പിടിച്ചിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഉമർ തങ്ങൾ പറഞ്ഞു തുറക്കാൻ. വേടിച്ചു തുറന്നു നോക്കിയപ്പോ ആ കള്ള് സുറുക്കയായി മാറി. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. ഇദ്ദേഹം പറഞ്ഞ വാക്ക് അത്രയും ഇഖ്ലാസ് ഉണ്ടായിരുന്നു. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അല്ലാ, ഞാൻ ചെയ്തത് തെറ്റാ. ഇന്ന് എന്നെ രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാൻ തൊടൂല. ഇനി എന്റെ കൈ കൊണ്ട് പോലും തൊടൂല. നിമിഷ നേരം കൊണ്ട് ആ കള്ള് സുറുക്കയായി മാറി എന്ന ചരിത്രം പഠിപ്പിക്കുകയാ. 2, ആ മനുഷ്യൻ എന്ത് ധൈര്യത്തിലാണോ പറഞ്ഞത് ഇത് സുറുക്കയാണെന്ന്? ആ മനുഷ്യൻ എന്ത് ധൈര്യത്തിലാ പറഞ്ഞത്? അല്ലാഹു എന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം. എന്റെ റബ്ബെന്നെ കൈവിടൂല. ഈ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ആ മനുഷ്യൻ പറഞ്ഞത്. തൗബ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം ചെയ്യാൻ. അതിന് മണിക്കൂറുകൾ ദുആ ചെയ്യണമെന്നില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ 2 കൈയും ഉയർത്തിയിട്ട് ഇന്ന് ഈ നിമിഷം വരെ ചെയ്തത് മുഴുവനും പാപമാണ്, പടച്ചവനെ പുറത്തു തരണം, ഇതെന്റെ തൗബയ, ഇനി ചെയ്യില്ല. ഈ ഒരൊറ്റ വാക്കുമതി. ആ പറയുന്നത് ഇഖ്ലാസ് ഉള്ള ഒരു പറച്ചലാണോ? എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരികയാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ കടന്നു വന്നവരോട് പറയുകയാ, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണേ. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയണം. എന്തിനാ തൗബ ചെയ്യാൻ പറയുന്നത്? ചുമ്മാതെയല്ല സഹോദരാ. തൗബ ചെയ്യാൻ പറയുന്നത് എന്തിനെന്നറിയോ? ഇന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ അല്ലാഹു നീതിമാനാ. ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു ഒരു അടിമയെ ശിക്ഷിക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ മായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ എന്നെ ഒന്ന് ശുദ്ധീകരിക്കൂ നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പറയുകയാ. റസൂലുള്ളാഹ് പറയുന്നു, പോ മായിസേ. കേൾക്കാത്തതുപോലെ പറഞ്ഞു വിടുകയാണ്. കാരണം കേൾക്കാഞ്ഞിട്ടല്ല, ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് പോയി
തൗബ ചെയ്യട്ടെ. മായിസിനെ പറഞ്ഞു വിടുകയാ. മായിസ് റളിയല്ലാഹു തആല അൻഹു പോയി. വീട്ടിൽ ചെന്ന് സമാധാനമില്ല. രണ്ടാമതും വന്നു. യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണം നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. സ്വഹാബത്തിനോട് പറയുന്ന കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നു. സ്വഹാബികൾ പറഞ്ഞു മായിസ് കള്ള് കുടിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്കറിയാ നബിയേ. എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് നിയമമെന്ന് എനിക്കറിയാ. എന്നിട്ടും ഇവരുടെയൊക്കെ മുമ്പിൽ നാണം കെട്ടിട്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്ന് ഏറ്റു പറയാനുള്ള കാരണം എന്തെന്നറിയോ? എനിക്ക് അല്ലാഹുവിനെ പേടിയാ, നരകം പേടിയാ. അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു വ്യഭിചാരിയെ പോലെ എനിക്ക് ചെന്ന് നിൽക്കാൻ പേടിയാണ് നബിയേ. നരകത്തിന്റെ തീ എനിക്ക് പറ്റില്ലല്ലോ. അവിടെ മരണമില്ലല്ലോ, ഇവിടെ മരണമുണ്ടല്ലോ, ഇവിടെ അവസാനമുണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയ അല്ലാഹു നാളെ എന്നെ രണ്ടാമത് ശിക്ഷിക്കില്ലല്ലോ നബിയേ. അല്ലാഹു കരുണ കാണിക്കുമല്ലോ. മായിസ് അവിടെ നിന്ന് ഏറ്റു പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എറിഞ്ഞു കൊല്ലാ പറയുകയാ. മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിയുകയാ, കല്ലെടുത്ത് എറിയുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ മായിസ് ഓടുകയാ, മായിസ് ഓടുകയാ. കുറച്ച് കഴിഞ്ഞു സ്വഹാബികൾ നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. കുറച്ചു സമയം കഴിയുമ്പോ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് മായിസ് നബി തങ്ങളുടെ മുമ്പിലേക്ക് വരികയാ. അറിയാതെ ഓടിപ്പോയതാ നബിയേ, മരണവെപ്രാളത്തിൽ ഓടിപ്പോയതാ നബിയേ. ഒരു കുടിയെടുത്തിട്ട് എന്നെ അതിനകത്ത് ഇറക്കി നിർത്തിയിട്ട് എറിയാ പറ നബിയേ. ഓടണമെന്ന് വിചാരിച്ചാലും പറ്റില്ലല്ലോ. മായിസ് തങ്ങളെ എറിഞ്ഞു കൊല്ലുകയാണ്. ഒരുപാട് നാളുകൾ കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു വരികയാ. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് സ്വഹാബികൾ പറയുകയാ, വ്യഭിചരിച്ചതിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലപ്പെട്ട മായിസിന്റെ ഖബറാ. അവര് മായിസിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ നബി തങ്ങളുടെ മറുപടി എന്തായിരുന്നെന്നറിയുമോ? സ്വഹാബാ, നിങ്ങൾക്കറിയാത്തത് പറയല്ലേ. മായിസിന്റെ തൗബയോളം ഇനിയൊരു തൗബയില്ല. മായിസിന്റെ തൗബയോളം വലിപ്പമുള്ള ഒരു തൗബ ഇനിയില്ല. മായിസ് സ്വർഗത്തിലാ സ്വഹാബാ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരുപാട് പാപം ചെയ്തില്ലേ, ഒരുപാട് തെറ്റുകൾ ചെയ്തില്ലേ. പാപ്പാ ചുമന്നുകൊണ്ട് നടക്കരുത്. അല്ലാഹുവോട് പറ, ഇത് പൊറുക്കുന്ന മാസമാ, ഇത് മായിച്ചു കളയുന്ന മാസമാ, അല്ല പുറത്തു തരാമെന്ന് പറഞ്ഞ മാസമാ. നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ വിഷമിക്കുന്നത്? ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ മുമ്പില് കള്ളു കുടിച്ചതും വ്യഭിചരിച്ചതും വൃത്തികേടുകൾ ചെയ്തതും അല്ലാഹുവിനെ മറന്ന് നടന്നതും ഒന്ന് പറയാനുള്ള മനസ്സല്ലേ വേണ്ടത്? പെങ്ങളെ, പാപങ്ങൾ പറയണേ പെങ്ങളെ. ആരെ പോലെയെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഒരു ഗർഭിണി കടന്നു വരികയാ. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഗർഭിണിയായ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞ്, അതാ എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞ് അത് ജാരസന്തതിയാണ് നബിയേ, വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാണ്. നബി തങ്ങൾ പറഞ്ഞു, നീ പോയിട്ട് പ്രസവിച്ചിട്ട് വരാറ്, പ്രസവം കഴിഞ്ഞു വരാറ്. എന്തിനാണ് പറഞ്ഞു വിട്ടത്? 9.5 മാസക്കാലം ഗർഭം ചുമന്ന്
മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കണ്ട ഉമ്മയ്ക്ക് ജീവിക്കാൻ മോഹം തോന്നുമല്ലോ, ആഗ്രഹം തോന്നുമല്ലോ, മനസ്സു മാറുമല്ലോ. തൗബ ചെയ്ത് ജീവിക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു വിട്ടു. പ്രസവം കഴിഞ്ഞിട്ട് ചോര കുഞ്ഞുമായിലാ ഹദ്റത്തി റസൂലില്ലാഹ്. നബി തങ്ങളുടെ ചാരത്ത് വരികയാ. യാ റസൂലല്ലാഹ്, പ്രസവം കഴിഞ്ഞു നബിയേ, എന്നെ ശുദ്ധീകരിക്ക് നബിയേ. നബി തങ്ങൾ പറഞ്ഞു പാല് കൊടുക്ക്, കുഞ്ഞ് ആഹാരം കഴിക്കാൻ സമയമാകുമ്പോ നബി തങ്ങൾ പിന്നെയും പറഞ്ഞു വിട്ടു. ആ കുഞ്ഞിന്റെ ചിരി കണ്ട, ആ കുഞ്ഞിന്റെ മുഖം കണ്ട പെറ്റ ഉമ്മയുടെ മനസ്സു മാറുമല്ലോ. ആ പെണ്ണിന്റെ മനസ്സു മാറിയില്ല. അള്ളാന്റെ റസൂലിന്റെ മുമ്പില് കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് കുഞ്ഞിന്റെ വായിൽ ഭക്ഷണം വെച്ചു കൊടുത്തിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, എന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കുന്നു നബിയേ, ഇനിയെങ്കിലും എന്നെ ശുദ്ധീകരിക്ക്. ഇതിനാടോ തൗബ എന്ന് പറയുന്നത്? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയ്, നിങ്ങൾ ദുആ ചെയ്യുമ്പോ കരയ്. കരയാൻ പറ്റുന്നില്ലേ? കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കു പെങ്ങള്, കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്ക്. കണ്ണ് നനയ്ക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഉദാഹരണം പറയുകയാ. നാളെ മീസാൻ എന്ന് പറയുന്ന ത്രാസില് നന്മയും തിന്മയും തൂക്കുകയാണ്. ഒരു മനുഷ്യന്റെ നന്മ തിന്മകൾ തൂക്കി തിന്മയുടെ ഭാരം കൂടുകയാണ്. ആ മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയാൻ പറയുകയാ. ആ മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയാൻ പറയുകയാ. ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ ആ മനുഷ്യന്റെ കണ്ണിലെ ഒരു രോമമുണ്ടല്ലോ, ഈ കണ്ണിന്റെ മുകളിൽ കാണുന്ന ഒരു രോമമുണ്ടല്ലോ, അല്ലാഹുവോട് പറയുന്നു, അല്ലാ, എനിക്ക് സംസാരിക്കാൻ അനുവാദം വേണം റബ്ബേ, എനിക്ക് സംസാരിക്കാൻ അനുവാദം വേണം റബ്ബേ. ആരാ പറയുന്നത്? കണ്ണിലെ ഒരു രോമമാണ്, കൺപീലിയിലെ ഒരു രോമമാണ്. അല്ലാഹു അനുവാദം കൊടുത്തു. ആ കൺപീലി പറയുന്നു, നാഥാ, ഒരിക്കൽ നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ, നിന്റെ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞപ്പോ ഇവന്റെ കണ്ണൊന്നു നനഞ്ഞു റബ്ബേ, കരഞ്ഞില്ല, കണ്ണുനീര് വീണില്ല, ഒരു രോമമേ നനഞ്ഞുള്ളൂ, ഒരേ ഒരു രോമമേ നനഞ്ഞുള്ളൂ. ഒരു രോമം നനയുന്ന രീതിയിൽ ആ മനുഷ്യന്റെ കണ്ണൊന്ന് കലങ്ങിയപ്പോ ഒരു രോമം നനയുകയാണ്. ആ രോമമാണ് അല്ലാഹുവോട് പറയുന്നത്, നാഥാ, ഇവനെ നരകത്തിലിടല്ലേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. ആ കണ്ണിലെ ഒരു രോമം അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റമളാൻ വിട പറയുകയാണ്. പരിശുദ്ധമായ റമളാനിന്റെ 25ാമത്തെ നോമ്പ് പിടിച്ച് ഹാഫിളീങ്ങൾ ഇരിക്കുന്ന മജ്ലിസാണ്, യതീമായ മക്കൾ ഇരിക്കുന്ന മജ്ലിസാണ്. അല്ലാഹുവേ, ഒരുപാട് ഹാഫിളീങ്ങളും ആലിമീങ്ങളും ഇരിക്കുന്ന മജ്ലിസില് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് 2 കൈകൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും കഴുകാൻ പോകുകയാണ്. ആരൊക്കെയാണ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്? ആരൊക്കെയാണ് വീടെത്തുന്നത്? അറിയില്ല സഹോദരാ. നാളെ നോമ്പ് പിടിക്കാൻ ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹുവോട് പശ്ചാത്തപിച്ചു മടങ്ങാം, അല്ലാഹുവിനോട് പാപങ്ങൾ കഴുകിയിട്ട് മടങ്ങാം. അല്ലാഹുവേ, ഞങ്ങളുടെ തൗബയെ സ്വീകരിക്കണേ അല്ലാ. ഇന്ന് ദുആ ചെയ്തിട്ട് പിരിഞ്ഞ, ഇന്ന് ദുആ ചെയ്തിട്ട് പിരിഞ്ഞ നീ കള്ള് കുടിച്ചവനാണോ? കുഴപ്പമില്ല. വ്യഭിചരിച്ചവനാണോ? കുഴപ്പമില്ല. പടച്ചവനെ നിസ്കരിക്കാത്തവനാണോ? ഭർത്താവിനെ വഞ്ചിച്ചവനാണോ? ഭാര്യ വഞ്ചിച്ചവനാണോ? നീ എത്ര വലിയ പാപം ചെയ്താലും പേടിക്കണ്ട. എത്ര വലിയ കൊടും പാപം ചെയ്താലും എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? അല്ലാഹുണ്ടല്ലോ.
പടച്ച റബ്ബുണ്ടല്ലോ. ആരാ അള്ളയെന്നറിയോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നമ്മുടെ അല്ലാഹ് ആരെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ. പിഞ്ചു പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചു മൂടിയ ഉപ്പമാർക്ക് പുറത്തു കൊടുത്തവനാ. എന്തിനാ? പള്ളിപ്പറമ്പിൽ കടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ. പേടിക്കണ്ട മക്കള്, അല്ലാഹു പറയുകയാ, പറഞ്ഞു കൊടുക്ക് നബിയേ, പറഞ്ഞു കൊടുക്ക് നബിയേ. എന്നോട് പറയാൻ പറ, എന്നോട് ചോദിക്കാൻ പറ. മടി വേണ്ട, മടി വേണ്ട, ഒരു നാണവും വേണ്ട, ഒരു ലജ്ജയും വേണ്ട. അല്ലാഹുവിന്റെ മുമ്പിൽ പറയാനുള്ളത് എണ്ണി എണ്ണി പറഞ്ഞോ. ഇനി അവസരം കിട്ടണമെന്നില്ല, അല്ലാഹു തരുന്ന ഒരു ചാൻസാ. പറയാനുള്ളത് മുഴുവനും ഇന്ന് ഈ യതീംഖാനയുടെ മുമ്പിൽ, ഈ ഹാഫിളീങ്ങളുടെ മുമ്പിൽ ഇന്നിവിടെ ഇരുന്ന് റബ്ബിനോട് പറഞ്ഞിട്ട് പിരിഞ്ഞോ. ചുമ്മാതെ പറയല്ലേ, ചുമ്മാതെ പറയല്ലേ. എങ്ങനെ പറയണമെന്നറിയോ? എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ? പൊറുക്കന്റെ പാപമോ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തെള്ളിവിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരി സല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അള്ളാഹിനോട് പറയുമ്പോ എങ്ങനെ പറയണം? ചുമ്മാതെ പുറത്തുതാ പുറത്തുതാ പുറത്താ കാര്യമില്ല. ഇപ്പൊ അസ്തഗ്ഫിറുള്ള പറയണില്ലേ? അസ്തഗ്ഫിറുള്ള 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 എന്ത് കാര്യം? പറയുമ്പോ അള്ളാഹിനോട് പറയണം. കള്ളു കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറയണം, വ്യഭിചരിച്ചെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറയണം, പാപം ചെയ്തെങ്കിൽ പാപം ചെയ്യുന്ന പറയണം. എന്നിട്ട് അള്ളാഹിനോട് പറയണം, പടച്ചവനെ, നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. അള്ളാഹുവെ, നിന്നെക്കാളും പാപം പൊറുക്കണ ഒരാളും ഈ ലോകത്തില്ല. പടച്ചോനെ, ഞാൻ പറ്റിപ്പോയി റഹ്മാനെ, ശൈത്താൻ ചതിച്ചതാ, ഈ ദുനിയാവെന്നെ വഞ്ചിച്ചതാ, സാഹചര്യം കൊണ്ട് ചെയ്യിപ്പിച്ചതാ അല്ലാഹ്. അതുകൊണ്ട് റബ്ബേ, നീ എനിക്ക് പുറത്തു തരണം. ഇനി ചെയ്യൂല, ഇനി ഒരു കാലത്ത് ഞാൻ ചെയ്യൂല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റബ്ബിനോട് പറയുമ്പോ പറയണം, അള്ളാഹിനോട് പറയേണ്ട ഒരു കാര്യം. ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, റൂമിനകത്തിരുന്ന് മൊബൈൽ കാണുകയാണ്. നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം, ദുആ ചെയ്യുമ്പോൾ പറയണമെന്ന് പറയാനുള്ള കാരണം, നമ്മളൊക്കെ റൂമിനകത്തിരുന്ന് മൊബൈൽ കാണുകയാ, കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാ. അപ്പോഴാ ഒരാൾ റൂമിലേക്ക് വന്നു, ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു. കണ്ട ഉടനെ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓഫാക്കി വെക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഓഫാക്കി വെക്കൂലേ? ഓഫാക്കി വെക്കൂലേ? ഒരു സാധാരണ ഒരാള് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പേടിച്ചിട്ട് ഓഫാക്കുന്നു. എന്നാ എന്നെയും നിന്നെയും പടച്ച അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അല്ലാഹയെ നമുക്ക് പേടിയില്ല, അല്ലാഹനെ നമുക്ക് പേടിയില്ല. അതുകൊണ്ട് നമ്മൾ ആ വീട്ടിലേക്ക് വരുന്ന മനുഷ്യന് കൊടുത്ത സ്ഥാനം പോലും നമ്മളിൽ പലരും അല്ലാഹന് കൊടുത്തിട്ടില്ല, നമ്മളിൽ പലരും അല്ലാഹന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാ, അള്ളാഹുവിനോട് പറയുമ്പോൾ ഓരോന്നും ഏറ്റു പറഞ്ഞ് തൗബ ചെയ്യണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഇന്നത്തെ മജ്‌ലിസിലെ ദുആ നീ സ്വീകരിക്കണേ പടച്ചവൻ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. എല്ലാരും ഒന്ന് പോക്കറ്റിൽ കൈവച്ച്, കൈയൊന്ന് എടുക്കാൻ പറഞ്ഞില്ലേ, വെച്ച് കൈവച്ച് എല്ലാരും പോക്കറ്റിന്റെ മുകളിൽ ഒന്ന് കൈവച്ച്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ആരുടെയും പൈസ അല്ലാഹ്ക്ക് വേണോ? അല്ലാഹ്ക്ക് വേണോ? നമ്മുടെ ആരുടെയും 5 നയാ പൈസ അല്ലാഹ്ക്ക് വേണ്ട. നമ്മൾ ആരെങ്കിലും അള്ളാഹുവിന് കൊടുത്ത ആ കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക്. നിങ്ങൾ നോക്കിക്കേ, ഇന്ന് വാട്സപ്പിൽ ഞാൻ ഇന്നും ഒരു വീഡിയോ കണ്ടു, രോഗം പിടിച്ച് കിടക്കുകയാ.
ഭാര്യയും മക്കളും അടുത്ത് നിന്നിട്ട് പറയുകയാ, എൻ്റെ ഉപ്പാനെ സഹായിക്കണം, എൻ്റെ ഉപ്പാനെ സഹായിക്കണം. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. ഇന്ന് ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ആർക്കു വേണ്ടി എന്നറിയോ? അൽഹംദുലില്ലാ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി, ഈ ബനാത്തിൽ പഠിക്കുന്ന പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായിട്ട് വരികയാ. അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം, അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് അതിലേക്കിട്. അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം. ക്യാൻസർ വന്നാൽ നീ എന്ത് ചെയ്യും സഹോദര? നിന്റെ കിഡ്നി തകർന്നു പോയാൽ നീ എന്ത് ചെയ്യും? നീ സമ്പാദിച്ചു കൂട്ടിയത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗമല്ലേ? അതുകൊണ്ട് അൽഹംദുലില്ലാ, ഈ യതീമായ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാ. അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒരൽപ്പം നല്ല മനസ്സോടുകൂടി എടുത്ത് ആ ബക്കറ്റിന്റെ അകത്തിട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇട്ടവർക്ക് അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ, ഇരുന്നോട്ടെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന 20 കുട്ടികൾ ഈ സ്ഥാപനത്തിലുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ബനാത്തിൽ 100-ൽ പുറം 100 കുട്ടികൾ കൂടുതലില്ല. അൽഹംദുലില്ലാ, 100-ൽ പരം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അല്ലാഹു മക്കൾക്കൊക്കെ നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ യതീമായ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അല്ലാഹു മക്കൾക്കൊക്കെ നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസമാണ്. ഈ റമളാൻ മാസത്തിൽ ഒരാൾ സദക്ക കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം, സക്കാത്ത് കൊടുക്കേണ്ട മാസമാണ് റമളാൻ. റമളാനിൽ സക്കാത്ത് കൊടുക്കേണ്ട മാസമാണ്. പൈസയുടെയും സ്വർണത്തിന്റെയൊക്കെ സക്കാത്ത് കൊടുക്കേണ്ട മാസം. അള്ളാഹു അതൊക്കെ കണക്കുകൾ നോക്കി കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ നിർത്തുകയാണ്. ദുആ ചെയ്യാൻ പോവാ. ദുആ ചെയ്യുന്നതിന് മുമ്പ് ദുആ സ്വീകരിക്കണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്രയും പേര് ഇന്ന് ദുആ പ്രതീക്ഷിച്ചാ വന്ന, അല്ലാതെ വേറൊന്നുമല്ല. ഈ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഞാൻ ഉൾപ്പെടെ എല്ലാവരും. ഞാൻ ഇന്നലെ പെരിന്തൽമണ്ണയിലായിരുന്നു വയത്. രാത്രി സത്യം പറഞ്ഞ ഞാൻ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഉറങ്ങിയാ വന്നിന്ന്. നല്ല ഉറക്കം, കാരണം രാത്രി ഉറങ്ങാഞ്ഞിട്ട്. ഞാനും ഇന്ന് വന്നത് സത്യം പറഞ്ഞ എൻ്റെ മോനിപ്പോൾ ആശുപത്രി കൊണ്ടുപോയിട്ടാണ് ഞാൻ വരുന്നത്. അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ. ഞാനും ഇന്ന് സത്യം പറഞ്ഞാൽ വന്നിരിക്കുന്നത് ഈ മജ്‌ലിസിലെ ദുആയാ എനിക്ക് വേണ്ടത്, നിങ്ങൾക്കും വേണ്ട അത് തന്നെ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാതെ വേറെ വല്ല ലക്ഷ്യമുണ്ടോ? വേറെ വല്ല ലക്ഷ്യമുണ്ടോ? നിങ്ങൾ എന്താ ഇപ്പൊ ഈ മരിച്ച വീട്ടിൽ ഇരിക്കണ പോലെ ഇരിക്കണം? പറ സഹോദര, വല്ല ലക്ഷ്യമുണ്ടോ? വല്ല ലക്ഷ്യമുണ്ടോ? ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കും. അരക്കയ്യന്മാരുണ്ട്, അരക്കയ്യിൽ ഒതുങ്ങുന്നുണ്ട്. ഈമാനോടുകൂടി മരിക്കാൻ ആഗ്രഹമുള്ളവര് അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നിങ്ങൾ ചോദിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഇപ്പൊ അള്ളാനോട് എല്ലാരും അള്ളാനോട് പറഞ്ഞു, പടച്ചവനെ നല്ല മരണം താ, നല്ല മരണം താ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ചോദിച്ചത് എന്താണെന്ന് തന്നെ നിങ്ങൾക്കറിയില്ല.
ഞാൻ ഓർമ്മപ്പെടുത്താൻ എന്താ ചോദിച്ചതെന്നറിയോ? അള്ളാഹുവിനോട് നിങ്ങൾ പറയുക, പടച്ചവനെ എനിക്ക് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ നന്മ ചെയ്ത് ഷഹീദിനെ പോലെ തൗബ ചെയ്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ 10 കാര്യങ്ങളാണ് നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചത്. ഞാൻ ഉദാഹരണം ചോദിക്കാം. ഈ പള്ളിയുടെ മുമ്പിൽ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. കിളിമാനൂരോട്ട് പോകുന്ന ഒരു ബസ് വന്നു. കിളിമാനൂരോട്ട് പോകുന്ന ഒരു ബസ് വന്നപ്പോ കൈ കാണിച്ച് ചാടി കയറി. എന്നിട്ട് സീറ്റിൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പോ കണ്ടക്ടർ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കിളിമാനൂരിട്ട് പോകുന്ന ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് അള്ളഹാനോട് പറയുക, പടച്ചോനെ എന്നെ നീ കടക്കലിൽ എത്തിക്കണേ അല്ലാ എന്ന് പറഞ്ഞാൽ എത്തുവോ? സത്യം പറ, എത്തുമോ? ദോഫാക്കിക്കപ്പ എത്തുവോ? പറ. കിളിമാനൂരിട്ട് പോകുന്ന ബസ്സിൽ കയറിയിട്ട് കടക്കലിൽ എത്തിക്കണമെന്ന് പറഞ്ഞാൽ എത്തുവോ? ഉറക്കപ്പറ, എത്തുവോ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം വരെ ചെയ്ത അള്ളാഹു സ്വീകരിച്ച ഒരു നന്മ പറ, ഒരെണ്ണം പറ. എന്തെങ്കിലും അള്ളാഹു ഞാൻ ചെയ്ത ഈ നന്മ സ്വീകരിച്ചിട്ടുണ്ട്. ഈ 24 നോമ്പ്, ഇന്ന് 25ാമത്തെ നോമ്പാ. ഒരു നോമ്പോ ഒരു ദിക്റോ ഒരു റക്അത്തോ എന്തെങ്കിലും അള്ളാഹു ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയെങ്കിലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പിന്നെ അള്ളാഹിനോട് പറയുക, എനിക്ക് നല്ല മരണം വേണം, അള്ളാഹ് കടക്കലിലെത്തും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്ത് കണ്ടോണ്ടാ ഞാനും നിങ്ങൾ നടക്കണേ? ഇന്ന് ഈ വയല് കഴിഞ്ഞ് ഇറങ്ങണ ഈ സമയത്തങ്ങ് മരിച്ചുപോയാ എന്താ നിനക്ക് അള്ളാഹ് ഈമാനുള്ള മരണം തരാ? നീ എന്താ ചെയ്തു വെച്ചിട്ടുള്ളേ? ആ ഓർമ്മ എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. ആ ഒരു ചിന്ത നമുക്കില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, എടോ ഒരു നല്ല മരണം കിട്ടാൻ 1000 നന്മ ഒന്നും ചെയ്യണ്ട, ഒരെണ്ണമെങ്കിലും ചെയ്തു വെക്ക്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു നന്മയെങ്കിലും ഉണ്ടാകണം. ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മരിച്ച നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും മക്കൾക്കറിയോ? ആലോചിച്ച് നോക്കിയേ. നമ്മൾ ആരെങ്കിലും മരിച്ചുപോയാൽ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും നമ്മുടെ മക്കൾക്കറിയോ? ഇല്ല. അതിന് നാട്ടുകാർ വേണം. ഉമ്മ, നീ നിന്റെ മോളെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നല്ലോ. ഉമ്മ, നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും അവക്കറിയോ? അറിയത്തില്ല. അതിന് പ്രായമുള്ള തള്ളമാര് വേറെ വേണം. അപ്പൊ നീ എന്തിനാ ഇതിനെ വളർത്തുന്നേ? നിങ്ങൾ എന്തിനാ ഇതിനെ വളർത്തുന്നേ? ഈ മക്കളെ വളർത്തിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? ഇവിടുത്തെ പള്ളിക്കകത്ത് നിങ്ങളുടെ ജനാസ കൊണ്ടുവച്ചു. ഉസ്താദ് നിങ്ങൾ മാറി നിൽക്ക്, ഞാൻ നിസ്കരിക്കാൻ ഉപ്പാടെ മയ്യത്ത്. ധൈര്യം ഉണ്ടോ? 4 തക്ബീറല്ലേ ഉള്ളൂ. പേടിയാ നമ്മുടെ മക്കൾക്ക്. ഞാൻ ചോദിക്കുന്നത്, പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് പോകുമ്പോ ആ ഖബറിന്റെ ചാരത്ത് വന്ന് നിന്ന് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതി ദുആ ചെയ്യാനെങ്കിലും നമ്മുടെ മക്കൾക്ക് അറിയോ? അറിയുന്നവന് സമയമുണ്ടോ സഹോദര? ഇല്ല. ഇതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം. ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം.